നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പറപ്പൂക്കര ആലത്തൂർ സ്ത്രീ നീതി സമിതിയുടെ നേതൃത്വത്തിൽ കൊടകര പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയായ ഭദ്രം പ്ലസ് അംഗങ്ങളായ വ്യാപാരികളുടെ ആശ്രിതർക്ക് മരണാനന്തര സഹായവും ചികിത്സാ സഹായ വിതരണവും നടത്തി. കാൽപന്തുകളിയുടെ രാജകുമാരൻ ചാലക്കുടിയുടെ സ്വന്തം ചാത്തുണ്ണിയേട്ടന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തൽ. മുരിയാട് AUP സ്കൂളിൽ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ആലത്തൂരിലെ JLG കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും 48 ലക്ഷം രൂപ തട്ടിയെടുത്ത CDS അംഗം ഗീതു രതീഷിനെയും ഉടൻ അറസ്റ്റ് ചെയ്യുക. മുൻ ബാങ്ക് മാനേജർ, മുൻ ബാങ്ക് സ്റ്റാഫ്, കുടുംബശ്രീ ചെയർപേഴ്സൺ, CDS, ബ്ലോക്ക് കോർഡിനേറ്റർ, പോസ്റ്റ് വുമൺ തുടങ്ങിയവരെ പ്രതിപട്ടികയിൽ ചേർക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പറപ്പൂക്കര ആലത്തൂർ സ്ത്രീ നീതി സമിതിയുടെ നേതൃത്വത്തിൽ കൊടകര പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. കൊടകര മേൽപ്പാലത്തിനു സമീപത്ത് നിന്ന് ആരംഭിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ച് പോലീസ് സ്റ്റേഷനു സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ ധർണ എഴുത്തുകാരിയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ബൽക്കിസ് ബാനു ഉദ്ഘാടനം ചെയ്തു. സ്ത്രീനീതി സമരസമിതി ചെയർമാൻ സുമ സുധീർ കുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് CK രാധാകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. സ്ത്രീനീതി സമരസമിതി കൺവീനർ പ്രീത രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് വരെ 5 പൈസ എടുത്തിട്ടില്ലാത്ത ആളുകളുടെ പേരിൽ 44 പേരുടെ കേസിലാണ് ഇപ്പോൾ റവന്യൂ റിക്കവറി നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കുറേ പേരുടെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും ഒരു കുറ്റം ചെയ്തിട്ടുള്ള ഒരാളെന്ന് പറയാവുന്നത് അതുപോലെ തന്നെ ഈ പോസ്റ്റ് വുമൺ. അവര് ഒരു ലെറ്റർ ഒരാൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ പേരിൽ കൊണ്ടു കൊടുക്കാനുള്ളതാണ്. അല്ലാതെ അതിനിടയിൽ നിൽക്കുന്ന ഈ പറയുന്ന ഗീതുവോ അല്ലെങ്കിൽ മറ്റാരും വാങ്ങിച്ചെടുക്കേണ്ടുന്ന ഒരു കേസല്ല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയായ ഭദ്രം പ്ലസ് അംഗങ്ങളായ വ്യാപാരികളുടെ ആശ്രിതർക്ക് മരണാനന്തര സഹായവും ചികിത്സാ സഹായ വിതരണവും നടത്തി. കൊടകര മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ നടത്തിയ വിതരണം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, ചാലക്കുടി നിയോജക മണ്ഡലം കൺവീനർ PP ശശിധരൻ, ബാബു ജോർജ്, ജോഷി നെടുമ്പാക്കാരൻ, TV ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. വലിയ രീതിയിലുള്ള അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണ് എന്ന് കേരളത്തിലെ നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങൾ വ്യാപാരി വ്യവസായങ്ങൾ നേതൃത്വം നടത്തി. പട്ടിക നിൽക്കുമ്പോൾ ലഭിക്കുന്ന അനുസരിച്ചേക്കാൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതുപോലെ തന്നെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഈ സമിതി നടത്തുക. കാരണം ലക്ഷങ്ങളും കോടികളും ഒക്കെ ലോൺ എടുത്തിട്ടും കാൽപന്തുകളിയുടെ രാജകുമാരൻ ചാലക്കുടിയുടെ സ്വന്തം ചാത്തുണ്ണിയേട്ടന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. തങ്ങളുടെ പ്രിയ ചങ്ങാതിയെ കാണാൻ ഒട്ടനവധി ഫുട്ബോൾ താരങ്ങളും എത്തി. വീട്ടിലെ മരണാനന്തര ചടങ്ങുകൾക്കു ശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം പൊതുദർശനത്തിനായി ഭൌതിക ശരീരം തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം വടൂക്കര SNDP ശ്മശാനത്തിൽ സംസ്കരിച്ചു. MLA സനീഷ് കുമാർ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിനിമാ താരം ദേവൻ, എറണാകുളം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് KE സുദർശൻ, ജില്ലാ ജഡ്ജ് അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു, നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ, CS സുരേഷ്, അഡ്വക്കേറ്റ് ബിജു S ചെറിയത്ത്, മറ്റ് കൌൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വീട്ടിലെത്തി ഫുട്ബോൾ ഇതിഹാസം TK ചാത്തുണ്ണിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു.
വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തൽ. മുരിയാട് AUP സ്കൂളിൽ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തി. വളർന്നുവരുന്ന പുതുതലമുറയ്ക്ക് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനവും പ്രക്രിയകളും എളുപ്പത്തിൽ മനസ്സിലാക്കും വിധമായിരുന്നു സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ്. വിദ്യാലയത്തിലെ 4 വിദ്യാർത്ഥികൾ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ചു. രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുകൾക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന പെരുമാറ്റച്ചട്ട മാതൃക സ്കൂൾ അധികൃതർ വിദ്യാലയ അങ്കണത്തിൽ ഒരുക്കി. മോക്ക് പോളും തിരിച്ചറിയൽ രേഖയും ഇലക്ട്രോണിക് ഉപകരണവും വരെ തിരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തി. പ്രിസൈഡിംഗ് ഓഫീസറായി രാമചന്ദ്രൻ മാസ്റ്ററെ ചുമതലപ്പെടുത്തി. 152 വിദ്യാർത്ഥികളായിരുന്നു വിദ്യാലയത്തിൽ വോട്ടർമാരായി ഉണ്ടായിരുന്നത്. കള്ളവോട്ട് തടയുന്നതിനായി വിരലുകളിൽ മഷി പുരട്ടലും ബൂത്ത് ഏജന്റുമാരുടെ സാന്നിധ്യവും കുട്ടികൾക്ക് കൌതുകമായി. ഈ വോട്ടിംഗ് ആപ്ലിക്കേഷൻ മുഖേന ലാപ്ടോപ്പ് ആണ് ഇലക്ട്രോണിക് മെഷീനായി ഒരുക്കിയത്. 11 മുതൽ 12 മണി വരെ വോട്ടിംഗും ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകം ചേർന്ന സ്കൂൾ അസംബ്ലിയിൽ വെച്ച് മുരിയാട് ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ ശ്രീജിത്ത് പട്ടത്ത് ഫലപ്രഖ്യാപനം നടത്തി. 7ാം ക്ലാസ് വിദ്യാർത്ഥി ധനേഷ് കൃഷ്ണ 8 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പ്രത്യേകം ചേർന്ന സ്കൂൾ അസംബ്ലിയിൽ വെച്ച് പ്രധാന അധ്യാപിക ചൊല്ലിക്കൊടുത്ത സത്യപ്രതിജ്ഞാ വാചകം ഏറ്റുചൊല്ലി ധനേഷ് കൃഷ്ണ സ്കൂൾ ലീഡറായി സ്ഥാനമേറ്റു. 36 വോട്ടുകൾ നേടിയ ശ്രീബാലയും സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു. ഞാൻ ധനേഷ് കൃഷ്ണ AUPS മുരിയാട് സ്കൂളിലെ സ്കൂൾ ലീഡർ എന്ന നിലയിൽ എന്റെ ചുമതലകൾ നിർവഹിക്കുമെന്നും സ്കൂൾ നിയമാവലികൾ സംരക്ഷിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുമെന്നും ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ദേശീയപാത പുതുക്കാട് സെന്ററിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു സംഭവം. എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന വാനാണ് മറിഞ്ഞത്. അപകടത്തിൽ വാനിൽ ഉണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽപ്പെട്ട വാനിൽ നിന്ന് ഡീസൽ ചോർച്ചയുണ്ടായത് പുതുക്കാട് ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു. പുതുക്കാട് പോലീസും സ്ഥലത്തെത്തി. ക്രെയിൻ എത്തിച്ചാണ് അപകടത്തിൽപ്പെട്ട വാൻ ഉയർത്തിയത്. അല്പനേരം ദേശീയപാതയിൽ അപകടത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കുവൈറ്റ് തീപിടുത്തത്തിൽ തൃശൂർ സ്വദേശി മരണപ്പെട്ടു. ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസാണ് മരണപ്പെട്ടത്. കുവൈറ്റ് ദുരന്തത്തിന് പിന്നാലെ ബിനോയിയെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതി പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KV അബ്ദുൾ ഖാദറാണ് വെളിപ്പെടുത്തിയത്. ബിനോയ് തീപിടുത്തം നടന്ന ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് സംശയം. 5 ദിവസം മുൻപാണ് ബിനോയ് കുവൈറ്റിലെത്തുന്നത്. തീപിടുത്തം നടന്ന ദിവസം രാവിലെ 2 മണിവരെ ഇദ്ദേഹം ഓൺലൈനിൽ ഉണ്ടായിരുന്നുവെന്ന് വീട്ടുകാരും അറിയിച്ചിരുന്നു. കുവൈറ്റിലെത്തിയതിനു ശേഷം വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും അപകടം നടന്നതിനുശേഷം ബിനോയിയെക്കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും ലഭിക്കാത്തതിനെ തുടർന്നാണ് കുടുംബം പരാതിപ്പെട്ടത്. ഇയാളുടെ വിവരങ്ങൾ നോർക്കയ്ക്ക് കൈമാറി നടത്തിയ അന്വേഷണത്തിലാണ് ബിനോയ് മരിച്ചതായി സ്ഥിരീകരിച്ചത്. ഇങ്ങനെ അപകടം നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം 4 മണിയാകുമ്പോൾ ഞാൻ പാലൂർ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അപകടം നടന്നിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ വിഷമിക്കേണ്ട കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം 5:30 പറഞ്ഞു കൊണ്ടുപോയാലേ ചേട്ടൻ വിളിക്കുന്നുണ്ട്, എനിക്ക് കയ്യും കാലൊന്നും വരുന്നില്ല, നീ എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ വന്നിട്ട് ഈ മഞ്ജുനാഥ് എന്ന് പറയുന്ന ആളാണ് ഞങ്ങൾക്കും ഈ കൊണ്ടുപോയ ആളുടെ ഇടയിൽ നിന്ന് അവിടുത്തെ ഡീറ്റെയിൽസ് നമ്മൾ അറിയണത്. അപ്പോൾ ആളോട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അടുത്ത ബിൽഡിങ്ങിലാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ ആ വിവരത്തിൽ ഞങ്ങൾ കുറേ നേരം നിന്നു. ചേട്ടൻ ഭർത്താവ് വന്നിട്ട് നോക്കുമ്പോൾ ഒരു 11:30-12 മണിയോട് കൂടിയിട്ട് മഞ്ജുനാഥിനെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഈ ആള് ഈ ബിൽഡിങ്ങിലുണ്ടെന്നും 6ാം നിലയിലാണ് ആള് നിൽക്കുന്നതെന്നും വ്യക്തമായിട്ട് അറിഞ്ഞത്. ആനന്ദപുരം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി റാബീസ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ആനന്ദപുരം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ N ദീപ്തി റാബീസ് വാക്സിനേഷന്റെ പ്രാധാന്യത്തെപ്പറ്റി ക്ലാസ് എടുത്തു. തുടർന്ന് വിദ്യാർത്ഥികൾ വാക്സിനേഷൻ പ്രതിജ്ഞയെടുത്തു. പുല്ലൂർ സേക്രഡ് ഹാർട്ട് മിഷൻ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളും ക്ലാസിൽ പങ്കെടുത്തു. പ്രധാന അധ്യാപകൻ T അനിൽകുമാർ, നഴ്സ് KP ശാരിക, ടെസി M മൈക്കിൾ, B ബിജു, റോസ് ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെയും ലഹരി വിരുദ്ധ ദിനത്തിന്റെയും ഭാഗമായി ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു.
കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ PB അന്ത്രു അധ്യക്ഷത വഹിച്ചു. കൊടകര ASI ബിനു പൌലോസ് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK സ്മിത ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം മൈം അവതരിപ്പിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6615 രൂപ, പവന് 52,920 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പറപ്പൂക്കര ആലത്തൂർ സ്ത്രീ നീതി സമിതിയുടെ നേതൃത്വത്തിൽ കൊടകര പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയായ ഭദ്രം പ്ലസ് അംഗങ്ങളായ വ്യാപാരികളുടെ ആശ്രിതർക്ക് മരണാനന്തര സഹായവും ചികിത്സാ സഹായ വിതരണവും നടത്തി. കാൽപന്തുകളിയുടെ രാജകുമാരൻ ചാലക്കുടിയുടെ സ്വന്തം ചാത്തുണ്ണിയേട്ടന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തൽ. മുരിയാട് AUP സ്കൂളിൽ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.